ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ നാവികസേന വെടിയുതിർത്ത സംഭവത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ സമുദ്രമേഖലയിൽ നയതന്ത്ര യുദ്ധം മുറുകുന്നു. ഇന്ത്യൻ പതാക വഹിച്ച സൻമാർ ഹെറാൾഡ്, ജഗ് അർണവ് എന്നീ രണ്ട് ടാങ്കറുകൾക്ക് നേരെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് ഇന്ത്യയിലെ ഇറാനിയൻ സ്ഥാനപതി മുഹമ്മദ് ഫത്താലിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി തങ്ങളുടെ കടുത്ത പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിരുന്നു. നിലവിൽ ശ്രീലങ്ക സന്ദർശിക്കുന്ന ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കൊളംബോയിൽ വെച്ച് നടത്തിയ പ്രസ്താവനയിൽ സമുദ്ര സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞു. കടലിലെ സ്വതന്ത്രമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് ആഗോള വ്യാപാരത്തിന് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മേഖലയിൽ നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾ കുറയ്ക്കണമെന്നും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഈ ആക്രമണം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണെന്ന് വിക്രം മിശ്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലേക്ക് ആവശ്യമായ എണ്ണയുടെ വലിയൊരു ഭാഗം ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. കൂടാതെ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രധാനമാണ്. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കാനും സാധാരണക്കാരെ ബാധിക്കാനും ഇടയാക്കും. കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ ചില നാവികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ നേരത്തെ ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാമെന്ന് ഏറ്റിരുന്ന കാര്യം വിക്രം മിശ്രി സ്ഥാനപതിയെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വിരുദ്ധമായി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് അംഗീകരിക്കാനാവില്ല. അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾ എപ്പോഴും തുറന്നു വെക്കണമെന്നും അത് സുരക്ഷിതമായിരിക്കണമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിൽ ഇന്ത്യൻ കപ്പലുകൾ ലക്ഷ്യം വയ്ക്കപ്പെടുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാൻ ഈ സംഭവത്തിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്നും ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദം ഇറാനുമേൽ വർദ്ധിക്കാനാണ് സാധ്യത. മേഖലയിലെ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന കാര്യവും ഇന്ത്യ പരിഗണിക്കുന്നുണ്ട്. സമാധാനപരമായ പരിഹാരമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെങ്കിലും തങ്ങളുടെ പൗരന്മാരുടെയും കപ്പലുകളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ.